കേട്ടോ. അപ്പൊ ഹലോ കൂട്ടുകാരി, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടിരിക്കാന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളൊക്കെ കുഴപ്പമൊന്നുമില്ല, സേഫ് ആയിട്ടിരിക്കണേ. അപ്പൊ എന്തായാലും ഞാൻ അപ്പൊ പുറത്ത് പോകാൻ വേണ്ടിട്ട് ഇറങ്ങിയതാണ്. അപ്പൊ നമ്മുടെ ആവണിക്കുട്ടി ഉണ്ട് കൂടെ. ഞാൻ ബാഗ് എടുത്ത് തോളത്തിട്ട് ആൾക്ക് ബാഗ് വേണ്ട, പിന്നെ ഒന്നും നോക്കിയില്ല, ബാഗ് കിട്ടി കൊടുത്തിട്ട് എങ്ങനെ നമ്മുടെ ആവണിക്കുട്ടിയുടെ പുതിയ ലുക്ക് ഒന്ന് കമന്റ് ചെയ്യണേ. എങ്ങനെ പോണേ? അംഗൻവാടി കൊണ്ടുപിടിച്ചേ പോണ വഴിക്ക് വേണ്ടേ? അംഗൻവാടി പോവാ, നമുക്ക് 1-2 പഠിക്കാൻ പോവാ. പോവാ. അവിടെ ആക്കിയിട്ട് അമ്മ പോകും, പിന്നെ വൈകിട്ട് കൂട്ടാൻ വരാം. മതിയോ? അത് പറ്റില്ല. പോണ വഴിക്ക് ഒന്ന് വേണമെങ്കിൽ ഞങ്ങൾ ഒന്നും ഒക്കെ കാണിച്ചിട്ട് ഞങ്ങൾ വേണമെങ്കിൽ അമ്മയുടെ കൂടെ ചാറ്റ വരാം അല്ലേ? അല്ലാതെ കുറെ നേരം ഇരിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല. പോവാ, ചാറ്റ് പോവാ. ഉടുപ്പിന്റെ ഭംഗിയൊക്കെ നോക്കുക കേട്ടോ. അപ്പൊ എന്തായാലും നമ്മളൊന്ന് പുറത്ത് പോവാട്ടോ. അപ്പൊ ഇപ്പോഴാണെങ്കിൽ കുറച്ച് മഴയൊക്കെ ആയാലും കുറച്ച് തോർന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്കൊന്ന് പോയിട്ട് വരാം. കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും പോണ വഴിക്കുള്ള വിശേഷങ്ങളും കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകട്ടെ. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞേ. ഒരു ഹായ് കൊടുത്തേ. ഹായ് ഹായ് പറ. ഇതിന്റെ കൂട്ടുകാരെ നമുക്ക് കുറച്ച് പുതിയ അതിഥികൾ വന്നിട്ടുണ്ട്. അപ്പൊ അതിഥികൾ ആരാന്നല്ല, അതിഥികൾ അവിടെ കിടന്ന് നന്നായിട്ട് തുള്ളി ചാടി കളിക്കുന്നത് നല്ല ആക്റ്റീവ് തന്നെയാണ്. അപ്പൊ ഇന്നലെ വൈകിട്ട് ഏട്ടൻ വന്നപ്പോൾ കൊടുത്തിട്ടുള്ളതാണ്. ആവണിക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ആളുടെ ഭയങ്കര ക്രേസ് ആയതുകൊണ്ടാട്ടോ നമ്മളിതിപ്പോ വീണ്ടും ആൾക്ക് വാങ്ങിക്കൊടുത്തു. ഇപ്പൊ ഓൾറെഡി ഇതിൽ കുറച്ച് കുഞ്ഞു മീനുകൾ ഉണ്ടായിരുന്നു. ഗപ്പീസ് ആട്ടോ കൂടുതൽ ഇപ്പൊ ഉണ്ടായിരുന്നത്. അപ്പൊ നല്ല ഗപ്പീസിന് ഫുള്ള് നമ്മൾ ഇതിന്നിപ്പോ മാറ്റിയിട്ട് പുതിയ മീനുകൾ എന്തെങ്കിലും ഇട്ടിരിക്കട്ടോ. അപ്പൊ നോക്കി എല്ലാ മീനും നല്ല ആക്റ്റീവായിട്ട് ഇങ്ങനെ ഓടി കളിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും അവർക്ക് ഓക്സിജനും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ അപ്പൊ അതിൽ നന്നായിട്ട് ഫിൽറ്ററും കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ 2 മാസം കൂടുമ്പോഴാണ് ക്ലീൻ ചെയ്യാറ്. ഇപ്പം എന്തായാലും വേസ്റ്റ് കാര്യങ്ങളൊന്നുമില്ല. വെള്ളമൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് എല്ലാം സെറ്റ് ആക്കിയിട്ട് ഓക്സിജനൊക്കെ ഇട്ട് കൊടുത്തില്ല. എന്തായാലും നല്ല ആക്റ്റീവായിട്ട് കളിക്കട്ടെ. ഞാനിപ്പോൾ ഇത് നോക്കിയപ്പോഴത്തേക്കും നമ്മൾ ആവണിക്കുട്ടി അവൾക്ക് ഇത് കുറച്ച് ഹൈറ്റിൽ വെച്ചതുകൊണ്ടേ ആൾക്ക് അത് എടുത്തൊന്നും ഇല്ലാണ്ട്. അപ്പോൾ ഇവിടെ സ്റ്റൂളോ കസേരയൊക്കെ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും കയ്യിൽ ചാടി വലിഞ്ഞ് കയറി ഒന്നിലേക്ക് അവൾക്ക് കയറാൻ പറ്റില്ല. ഒന്നിലേക്ക് എന്നെ വിളിച്ചിട്ടാണെങ്കിലും കയറ്റിയിട്ട് പതുക്കെ ഇതിലൊക്കെ തൊട്ടിട്ട് മീനെയൊക്കെ പിടിക്കാൻ വേണ്ടി നോക്കാം. മീനെ പിടിക്ക് മീനെ എങ്ങനെ പിടിക്കണേ? പിടിച്ചു. മീനെവിടെ? വാവയുടെ മീനെവിടെ? എത്ര മീനുണ്ട്? ഒരു മീനേ ഉള്ളോ? ഞങ്ങൾക്ക് എന്ത് ചോദിച്ചാലും ഒന്നാണ്. ഞങ്ങൾ 1-2 പഠിക്കാത്തതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാം ഒന്നാണ്. ഇന്ന് തീറ്റ കൊടുത്തായിരുന്നു. ഒന്ന് തീറ്റ കൊടുത്തോ? തീറ്റ കൊടുത്താലോ നമുക്ക്? അപ്പാപ്പ് കൊടുക്കാം. മീനെ അപ്പാപ്പ് കൊടുക്കാം. അയ്യോ, അപ്പാപ്പ് കയ്യിലില്ല. അമ്മ എടുത്തരാം കേട്ടോ. അവിടെ ഇരിക്കി. അമ്മ അപ്പാപ്പ് എടുക്കട്ടെ. നമുക്ക് എന്തായാലും പോയിട്ട് വരുമ്പോൾ കുറച്ച് ലേറ്റ് ആയാലും അപ്പോൾ നമുക്ക് പോകുന്നതിന് മുന്നായിട്ട് അവർക്കുള്ള ഫുഡ് കൊടുത്തിട്ട് പോകാം. അപ്പോൾ ഇത് നമ്മൾ മീനിനെ വാങ്ങിച്ച് കൊടുത്തന്നെ ഇന്നലെ തന്നെ ഏട്ടൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടാകും. ഇത് അൾട്ടിമ മൈക്രോ പെല്ലറ്റ്സ് എന്ന് പറഞ്ഞൊരു ഫീഡാണ്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് മീനിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് വൈറ്റമിൻസ് ആയാലും മിനറൽസ് ആയാലും എല്ലാത്തിനും സപ്ലിമെന്റ്സ് എല്ലാം പാട് ചേർന്നൊരു ബാലൻസ്ഡ് ന്യൂട്രിയൻ്റ് ആയിട്ടുള്ളൊരു ഫുഡ് തന്നെയാണ്. അപ്പോൾ അതായത് ഇതാണ് നമ്മളിവിടെ കൊടുക്കാറ്. ഇതിന് നേരത്തെ നമുക്ക് ഗപ്പീസ് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അവർക്കൊക്കെ നമ്മൾ തന്നെയായിട്ട് കൊടുക്കാറ്. അപ്പോൾ ഫുഡ് കൊടുക്കുമ്പോൾ എപ്പോഴും മീനിന് ഒരുപാട് ഇട്ട് കൊടുക്കാൻ വേണ്ടി പാടാട്ടോ. അമ്മ അത് എടുക്കല് ഒരുപാട് ഇട്ട് കൊടുത്താലും അവർ വയറൊക്കെ ഓവർ ഫീഡ് ആയിട്ടേ പെട്ടെന്ന് തന്നെ ചിലപ്പോൾ ചത്തുവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ കൊടുക്കരുത്. അപ്പോൾ ഒരു മീനിന് 1 എണ്ണമൊക്കെ വെച്ചിട്ട് 1-2 വെച്ചിട്ട് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഡെയിലി കൊടുക്കുകയാണെങ്കിൽ തന്നെ ഒരു വട്ടമൊക്കെ കൊടുത്താൽ മതി. ഡെയിലി കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു വട്ടമൊക്കെ കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ കുറേ മീനൊന്നും ഇല്ലല്ലോ നമുക്ക് അതിന് മാത്രം. നമ്മൾ എന്തായാലും ഇവിടെ കൊടുക്കാറുള്ളത് എല്ലാ മീനും ഓരോന്നും ഇതാട്ടോ കൊടുക്കാറുള്ളത്. പിന്നെ നമുക്ക് ഇനി തീറ്റ കൊടുക്കാം. അപ്പോൾ ഇന്നലെ ഞാനത് പൊട്ടിക്കാത്ത വരുന്നതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങിയതിൻ്റെ തീറ്റ കുറച്ച് ബാലൻസ് ഉണ്ട്. അപ്പോൾ അത് തീർന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നലെ തന്നെ പൊട്ടിക്കായിരുന്നു. അപ്പോൾ ഇന്നലെയാണ് നമ്മൾ മീനെ കൊടുത്തത്. അപ്പോൾ ഇന്നലെ കൊടുക്കാനുള്ളത് ഉണ്ടാകും. അപ്പോൾ ഇന്നേയും മീനെ പിടിക്കുവാണോ? ആൾ നല്ല ഹാപ്പി ആയിട്ട് മീനെ പിടിക്കുകയാണ്. അപ്പോൾ ഇത് കൊടുക്കുമ്പോൾ പിന്നെ നമുക്ക് വേറെ ഫുഡ് കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം ഇത് തന്നെ എല്ലാ വൈറ്റമിൻസും മിനറൽസും എല്ലാ സപ്ലിമെന്റ്സും ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ഇൻഗ്രീഡിയൻസുകളൊക്കെ ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ അവർക്ക് ആവശ്യമുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഇത് തന്നെ ഉണ്ട്. മാത്രമല്ല ഇത് വലിയൊരു എനർജി സോഴ്സുമാണ്. അതേപോലെ തന്നെ ഒരുപാട് മൾട്ടി വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയതുകൊണ്ട് തന്നെ ഇത് മാത്രം കൊടുത്താൽ മതി. അപ്പം നമ്മൾ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യാറ് അവർക്ക്. അപ്പം ഞാൻ പൊട്ടിച്ചിട്ട് കുറച്ചൊന്ന് കൊടുക്കട്ടെ. കത്രികയുടെ കത്രിക കുളിപ്പിച്ചു കൊടുക്കണേ. അപ്പം കൊടുക്കാം നമുക്ക്. പൊന്നു കൊടുക്കുവോ? ഒന്ന് എടുത്തു തരാം. അതേപോലെ തന്നെ ഇത് നമ്മളിപ്പോൾ അക്വേറിയത്തിൽ വളർത്തുന്ന അതേപോലുള്ള അലങ്കാര ഫിഷുകൾ ഉണ്ടാകുമല്ലോ. അപ്പോൾ അതിനെല്ലാം കൊടുക്കാൻ പറ്റിയൊരു തീറ്റ തന്നെയാണ്. നിൽക്ക് നമുക്ക് ഗൈസിന് കാണിച്ചു കൊടുക്കാം. എങ്ങനത്തെ തീറ്റയെന്ന് കാണിച്ചു കൊടുക്കട്ടെ. ചെറിയ ഫോമിലാട്ടോ ഇത് വരുന്നത്. ഇത്രയും വേണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഇത്രയും എടുത്താണ്. നമുക്ക് ഈ ഒരു തീറ്റയിൽ നമുക്ക് ഒരുപാട് ദിവസം കൊടുക്കാനുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ എപ്പോഴും നല്ല രീതിയിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈർപ്പൊക്കെ തട്ടുകയൊക്കെ ചെയ്താൽ പെട്ടെന്ന് തന്നെ കേടായി പോകും. അതുപോലെ ഫംഗസും ബാക്ടീരിയ ഒക്കെ വന്നാൽ പിന്നെ ഇത് കൊടുത്തിട്ട് കാര്യമില്ല. മീൻ കുഞ്ഞുങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ചത്തു ഇത് കൊടുക്കുന്നതിലൂടെ. അപ്പോൾ നമ്മളെപ്പോഴും പൊട്ടിച്ച് കഴിഞ്ഞാൽ നല്ല സേഫ് ആയിട്ട് ഏതെങ്കിലും ഒരു ബോട്ടിലിട്ട് നന്നായിട്ട് തന്നെ ഒരു എയർ ടൈറ്റുള്ള ബോട്ടിലിട്ട് അടച്ച് വെക്കണം. അതായത് നമുക്കിപ്പോൾ മഴയും തണുപ്പൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെള്ളം നനവൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. നമുക്കിനി സേഫ് ആയിട്ട് എടുത്ത് വെക്കാം.
നമ്മുടെ മീൻകുഞ്ഞുങ്ങൾക്ക് വേണ്ട തീറ്റയൊക്കെ ഇട്ട് കൊടുത്തല്ലോ. അപ്പൊ ബാക്കി ഇതിലിട്ട് വെക്കി, ബാക്കി ഇത്രയും വേണ്ട. ഇവിടുന്ന് ഇത് മൊത്തം ഇട്ട് കൊടുക്കുന്നത് എനിക്ക് തോന്നണേ. അവൾക്ക് എത്താത്തത് കൊണ്ട് പിന്നെ കുഴപ്പമില്ല. അല്ലാണ്ട് ഇവിടുത്തെ ഫുള്ളൊന്ന് വാരി ഇട്ട് കൊടുക്കും. അമ്മ ഇട്ട് കൊടുത്തു. അവിടെ കുട്ടിക്ക് ഇടാൻ അമ്മ 2 എണ്ണം തരാം കേട്ടോ. 1 2 അധികമായി പോയാലും കുഴപ്പമൊന്നുമില്ല. ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ചെറിയ ഗുളികകൾ പോലത്തെ ഒരു ഫോമിലാണല്ലോ. അത് ഇന്നല്ലേ തുപ്പിക്ക് സ്പോഞ്ച് തിന്നല്ലേ. അതേപോലെ തന്നെ ഈ ഒരു ഫീഡ് കൊടുക്കുന്നതിലൂടെ അവർക്കുള്ള ഒരു ഒറിജിനൽ നാച്ചുറൽ ആയിട്ട് അവർക്കൊരു കളർ ഉണ്ടല്ലോ. അപ്പോൾ ഇത് അലങ്കാര മത്സ്യം ആയതുകൊണ്ട് അവർക്ക് നമ്മളിപ്പോൾ സാധാരണ മത്സ്യങ്ങൾ പോലെയല്ല. അപ്പോൾ നോക്കിയപ്പോൾ ഓരോന്ന് യെല്ലോ ആയാലും ഗ്രീൻ, അങ്ങനെ ഓരോരോ ഷെയ്ഡ് ഉണ്ട്. അപ്പോൾ അതൊക്കെ അവരുടെ ഒറിജിനൽ നാച്ചുറൽ ആയിട്ടൊരു കളർ തന്നെയാണ്. അപ്പോൾ ആ ഒരു കളർ കുറച്ചുകൂടി എൻഹാൻസ് ചെയ്യാനൊക്കെ ഈ ഒരു ഫുഡ് കൊടുക്കുന്നതിലൂടെ പറ്റും കേട്ടോ. അപ്പോൾ ബാലൻസ് ഉള്ളതൊക്കെ ഞാൻ അതിൽ എടുത്ത് വെച്ചിട്ട്. അപ്പോൾ ആവണിക്കുട്ടിക്ക് ഒരു ചെറിയൊരാഗ്രഹം, അവൾക്ക് മീൻ കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടി. ബാഗ് ഇപ്പോഴും താഴെ ഇറക്കിയിട്ടില്ല. ബാഗ് തൂക്കിയിട്ടാണ് ഈ ഒരു പരിപാടി ഫുള്ള് ചെയ്യുന്നത്. അപ്പോൾ ഇട്ട് കൊടുത്തോ കൊടുത്തു. ബൈ ബൈ പറ, ഞങ്ങൾ പോയിട്ട് വരാന്ന് പറ. അപ്പൊ അപ്പൊ കഴിച്ചിട്ട് ഇവിടെ ഇരുന്നോന്ന് പറ. പോയിട്ട് വന്നിട്ട് കാണാന്ന് പറ. അപ്പൊ കൊടുത്തു, അവര് കഴിച്ചു. അവര് കഴിച്ചു. അവരുടെ വയറ്റിലെത്തി. അവര് കഴിക്കട്ടെ. നമുക്ക് പോവാനേ. അപ്പൊ എന്തായാലും നമുക്കിനി പോയിട്ട് വരാം. ഒക്കെ പൂട്ടിതാ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് പോവാൻ നോക്കാം. അപ്പോൾ ഇന്ന് നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാലാവസ്ഥയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കി അത്യാവശ്യം നന്നായിട്ട് തെളിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പോയിട്ട് വരുമ്പോൾ എന്താ അവസ്ഥ എന്നൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. നോക്കി ആളിതാ പുറത്തിറങ്ങി കഴിക്കുന്ന പൂവൊക്കെ ഉള്ളിതാ ചെവിയിലൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. ചെവിയിലാണോ വെക്കണേ? ഇങ്ങനെയാണെങ്കിൽ നഴ്സറിയിൽ പോകുമ്പോൾ ഞങ്ങൾ ഡെയിലി പൂവൊക്കെ വെച്ചിട്ടാ പോളും തോന്നുന്നുണ്ട്. ഇപ്പോഴേ പൂവൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. ടാറ്റാ. അപ്പോൾ വണ്ടിയിലല്ലേ പോണേ, നടക്കുകയാണോ? പിന്നെ അത് നടന്നിട്ടുണ്ട് കേട്ടോ. പോവാ, ബൈ. ഇതുവഴി പോയാലാണ് അംഗൻവാടി. നമുക്ക് പോവാന്നാ. ടാറ്റാ, ബാ. നമുക്ക് നടക്കാന്നാ. വാ. നോക്കിയാ പൂ വെച്ചത് കാണിച്ചു കൊടുക്ക്. നമുക്ക് ഗൈസിന് കാണിച്ചു കൊടുക്കാം. പൂ എവിടെ? പൂ കൊണ്ട് വെച്ചിരിക്കണ നോക്കി. ഉള്ളിലേക്ക് കയറി പോവും. ഇവിടെയാണോ പൂ വയ്ക്കുക? തലയിലല്ലേ പൂ വയ്ക്കുക? മുടിയൊക്കെ നന്നായിട്ട് വളർന്നു തുടങ്ങിട്ടോ. വെട്ടിയിട്ട് ഇപ്പോൾ ഒരു 2 ആഴ്ച ആയിട്ടുള്ളൂ. അത്യാവശ്യം നന്നായിട്ട് വളർന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തണുപ്പൊക്കെ ആയതുകൊണ്ട് നോക്കട്ടെ, പറ്റുവാണെങ്കിൽ ചിലപ്പോൾ നമ്മളൊന്ന് സൈഡൊന്ന് എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. നോക്കി ഇപ്പോൾ പെട്ടെന്ന് വെയിൽ വന്നിട്ട് നമ്മൾ ഇറങ്ങിയപ്പോൾ ചെറിയൊരു ഇതുണ്ടെന്നുണ്ടെങ്കിലും ഇവിടെ പെട്ടെന്ന് നല്ല വെയിൽ വന്നിട്ട് നമ്മൾ ഇനി പോകാൻ ഇറങ്ങിയില്ല. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് തുണിയൊക്കെ അലക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ എന്ത് ചെയ്യാൻ, നമ്മളിനി പോവുമല്ലേ. അപ്പോൾ അത് റെഡി ആയല്ലോ. അങ്ങനെ പോയിട്ട് വരട്ടെ. കാരണം ഇങ്ങനെ എപ്പോഴും നമുക്ക് വെയിൽ കിട്ടാത്തതുകൊണ്ട് നല്ല മഴയൊക്കെ ആയിട്ട് മഴയ്ക്ക് ശേഷം ഇങ്ങനെ പെട്ടെന്ന് വെയിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഓർമ്മ തുണി ഉണക്കലും അതേപോലെ തന്നെ അലക്കാനുള്ളതൊക്കെ പെട്ടെന്ന് അലക്കലൊക്കെയാണ്. അപ്പോൾ ഇപ്പോൾ നല്ല വെയിലായിട്ട് പറയാൻ പറ്റില്ല. അന്തരീക്ഷം പെട്ടെന്ന് തന്നെ മാറി തുടങ്ങുക. വീണ്ടും പോയിട്ടുണ്ട്. അതാണ് പെട്ടെന്നാട്ടോ മാറിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിനി അധികം സമയം കളയാൻ നമുക്ക് പോയിട്ട് വരാം. ഇങ്ങനെ എന്തായാലും നമ്മളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. നമ്മുടെ ആവണിക്കുട്ടീനാ കുറച്ച് വലുതായി കഴിഞ്ഞാൽ പോവാനുള്ള അംഗൻവാടി ആട്ടോ. അത് അവളുടെ അംഗൻവാടിയാണേ. എവിടെ പോവാ? ടാറ്റ പോവാണോ? എവിടെ? ടാറ്റ പോവാ? ആള് നല്ല ഹാപ്പി ആട്ടോ. എന്തൊക്കെയോ പറയുന്നുണ്ട്. സന്തോഷം കൊണ്ടാണോ? സൂപ്പറാ. ഈ ഭാഗത്തുനിന്ന് കാണുമ്പോഴുള്ളൊരു വലിയ മല തന്നെയാട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഇപ്പൊ തന്നെ നമുക്ക് അവിടെ കാണുമ്പോൾ തന്നെ ചെറിയ എന്തോ ഒരു അപാകത നടക്കുന്നുണ്ടില്ല. അത് വേറൊന്നുമല്ല കേട്ടോ. കുറേ കാലങ്ങൾക്ക് മുന്നേ അവിടെ നന്നായിട്ട് ഇടിഞ്ഞ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വലിയൊരു ഇടിച്ചിൽ നടന്നൊരു സ്ഥലമാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴും നമുക്ക് ആ ഒരു മല കാണുമ്പോൾ ആ ഒരു ഇടിഞ്ഞതിന്റെ ആ ഒരു അവശിഷ്ടങ്ങളും ആ ഒരു ഭാഗം ഒരു പകുതി ആ മലയുടെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ നല്ല ശക്തിക്ക് കണ്ടിന്യൂസ് ആയിട്ട് നല്ല മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ഇനി ഇടിയാനുള്ള ഒരു ചാൻസ് ഉണ്ട്. കാരണം അതൊക്കെ ഫുള്ള് നല്ല ഇതിൽ തന്നെ മണ്ണ് കണ്ടാട്ടോ. ഒരു ഭാഗം ഫുള്ള് ഒരു കൂമ്പാരം പോലെ ഇങ്ങനെ മണ്ണാട്ടോ അവിടെ ഫുള്ള്. എന്തായാലും നമ്മൾ ഇറങ്ങിയപ്പോ കണ്ട ഒരു വെയിലേക്ക് നമ്മൾ ഇറങ്ങിയതിനാലെ തന്നെ പോയിട്ടുണ്ട് കേട്ടോ. കാരണം ഇപ്പൊ നന്നായിട്ട് മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടേ.
മഴ പെയ്യുന്നതിന്റെ കൂടെ നമ്മുടെ ആവണിക്കുട്ടിയുടെ പാട്ട് പാടിക്കൊടുക്ക്. പാട്ട് മാത്രമല്ല ആക്ഷനും ഉണ്ട് കേട്ടോ. ഒരു ഡാൻസ് ഒക്കെ കളിച്ചിട്ടാണ് പാട്ടൊക്കെ പാടുന്നത്. അയ്യോ തുടക്കണേ എന്തൊരു കെയറിങ്. ഗ്ലാസ്സിലൊക്കെ വെള്ളത്തിന്റെ തുടച്ച് വൃത്തിയാക്കാണല്ലോ. എല്ലാരും തുടക്കുകയാണോ? കോടയൊന്നും ഇറങ്ങിയിട്ടില്ല. നമ്മളിവിടെ ഈ കോടയൊക്കെ നന്നായിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ഗ്ലാസ്സിലേക്ക് വൈസറിട്ടാൽ പോലെ അതിൻ്റെ ഒരു ഈർപ്പൊക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ തുണി വെച്ചിട്ട് ഇങ്ങനെ ഇടയ്ക്ക് തുടച്ചു കൊടുക്കും. കാരണം ഒരു ബ്ലറായിട്ടൊക്കെ കാണുന്ന ഒരു ടൈമിൽ. അപ്പം ആളത് കണ്ടിട്ടാ തോന്നിട്ടോ ആളത് അതേപോലെ കൈകരിക്കുന്നുണ്ട്. ഇനി അവിടെ വെച്ചോ. മഴ പെയ്യുമ്പോൾ യാത്ര ചെയ്യാൻ ഒരു പ്രത്യേക വൈബ് തന്നെയാണല്ലേ, നല്ല തണുപ്പൊക്കെ ആയിട്ട്. അപ്പൊ ഇതേപോലെ യാത്ര ചെയ്യാൻ, മഴയത്തൊക്കെ യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് പറയും കേട്ടോ. ഇവിടേക്ക് എന്തായാലും 2 സ്ഥലം നന്നായിട്ട് തന്നെ പുല്ല് വളർന്നിറങ്ങിയിട്ടുണ്ട്. മഴ ഇവിടെയാണല്ലോ ഇപ്പൊ കാടൊക്കെ എഴുതാൻ മേലേക്കൊക്കെ നന്നായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും കാടൊക്കെ എത്ര ക്ലിയർ ചെയ്താൽ പോലും നല്ല മഴ പെയ്യുമ്പോൾ പിന്നെ കാടിന് വളരാൻ പറ്റിയൊരു സന്ദർഭമാണല്ലോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ പെയ്യുന്നുണ്ടേ. ശിരുവാണിപ്പുഴയിൽ വന്നിരിക്കും കേട്ടോ. അപ്പോൾ ശിരുവാണിപ്പുഴയിലുള്ള ഒരു പാലാണ് കേട്ടോ. അപ്പോൾ നല്ല മഴയതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം നല്ല ഒഴുക്കൊക്കെ ഉണ്ട്. ഇവിടെ വന്നപ്പോൾ അവൾക്കുട്ടിക്കായാലും ഓടിച്ചാടി കളിക്കാൻ ഒരുപാട് സ്ഥലം ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഇവിടെ സൈഡിലുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് നടക്കും. അപ്പോൾ നല്ല തണുത്ത കാറ്റൊക്കെ വീശി ഈ ഒരു വെള്ളത്തിൻ്റെ ഒഴുക്കൊക്കെ ആ ഒരു സൗണ്ടൊക്കെ കേട്ട് നടക്കാൻ വേണ്ടി നല്ല രസമാണ് കേട്ടോ. അപ്പോൾ താഴേക്കായാലും ഒരുപാട് പേര് ഇവിടെ കാണാനൊക്കെ വന്നിട്ട് അപ്പോൾ ഒത്തിരി പേര് അപ്പുറത്തേക്കായിട്ട് ഉണ്ട്. അപ്പോൾ എന്തായാലും പുഴയുടെ ഉള്ളിലേക്ക് കുറച്ച് ഡീറ്റെയിലായിട്ട് കാണിച്ചു തരാം. 3 കൈവരിയായിട്ടാണ് ഈ പാലം പണി കഴിപ്പിച്ചിട്ടുള്ളത്. അപ്പം എന്നാലും ആ ഒരു കൈവരിയുടെ ഇടയിൽ കൂടെ നമ്മുടെ ആവണിക്കുട്ടി കണ്ടില്ലേ, ആ പുഴയിലൂടെ ഒഴുകുന്ന വെള്ളത്തിൻ്റെ ഒഴുക്കൊക്കെ ആസ്വദിച്ച് നിൽക്കുവാണേ. ആണെങ്കിലൊക്കെ നല്ലൊരു ക്ലൈമറ്റ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു അടിപൊളി ക്ലൈമറ്റിലേക്കാണ് നമ്മുടെ അട്ടപ്പാടിയിലേക്ക് ഒരുപാട് പേര് പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് കാണാനൊക്കെ ആയിട്ട് വരാറുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മുടെ അകല് ഭാഗത്തൊക്കെ വരുന്നവർക്ക് കാണാൻ പറ്റിയ കിടിലൻ സ്പോട്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു ശിരുവാണിപ്പുഴയുടെ ഒരു ഭാഗം. കാരണം വേറെ ഒന്നുമല്ല, നമുക്ക് അഗളി മെയിൻ ടൗണിൽ നിന്ന് നമുക്കൊരു 100 മീറ്ററേ ഉള്ളൂ അങ്ങോട്ടേക്ക് വരാൻ വേണ്ടി. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു ആംബിയൻസ് തന്നെയാണ്. അതുപോലെ ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് അത്യാവശ്യം നന്നായിട്ട് വെള്ളമൊക്കെ ഒഴുകുന്നൊക്കെ ആയിട്ടും നല്ല അടിപൊളി തന്നെയാണ്. അപ്പോൾ നമ്മുടെ ആവണിക്കുട്ടിക്ക് എന്തായാലും ഇവിടെ വന്നിട്ട് ഒരുപാട് ഇഷ്ടമായിട്ടില്ല. ആളിത് അവിടെ കൂടെ ഇങ്ങനെ കളിക്കുന്നുണ്ട്. വെള്ളം കണ്ടപ്പോൾ ആളിന് എവിടെ ആയാലും കുഴപ്പമില്ല, ആൾക്ക് വെള്ളം കണ്ടപ്പോൾ വെറുതെ ഇരിക്കില്ല. അപ്പോൾ ആൾ നന്നായിട്ട് നോക്കിയിട്ട് ഇവിടുത്തെ ഇതിൽ കാറ്റായിട്ട് നല്ല തണുത്ത കാറ്റാണ്. പിന്നെ ഒരുപാട് വലിയ വലിയ മരങ്ങളൊക്കെ ആയിട്ട് ഇനിയിപ്പോൾ നമ്മൾ നല്ല ചൂടുള്ളൊരു സമയത്ത് വന്നാൽ പോലും നമുക്കിവിടെ നല്ലൊരു തണുപ്പിനായിരിക്കും. കാരണം അത്ര നല്ല രീതിയിലാട്ടോ മരങ്ങളൊക്കെ നന്നായിട്ട് ചുറ്റും സ്പ്രെഡായിട്ട് നല്ല രീതിയിൽ തന്നെ ആട്ടം നിൽക്കുന്നതൊക്കെ ആയാലും. ഇപ്പോഴാണെങ്കിൽ നമുക്ക് നിന്ന് കാണാൻ പറ്റിയൊരു അടിപൊളി വൈബ് തന്നെയാട്ടോ. കാരണം നിറഞ്ഞ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ചുറ്റുമൊക്കെ നടന്നൊക്കെ കാണാൻ വേണ്ടി പറ്റും. മാത്രമല്ല എന്നാണെങ്കിൽ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ആ ഒരു ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ പേര് അവിടെ നിന്ന് കുടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറേ പേര് ഇങ്ങനെ അവിടെ നിന്ന് കാണുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു പുഴയുടെ ഒഴുക്കൊക്കെ ആസ്വദിച്ച് ഇവിടെ നിന്നപ്പോഴാണ് ആ ഒരു പുഴയുടെ ഓളങ്ങളെയൊക്കെ തഴുകി ഉണർത്തിക്കൊണ്ട് നോക്കി തേങ്ങ ഒഴുകി പോവാണ്. ഈ പുഴക്കരയിലൂടെ കുറേ തെങ്ങും തോക്കുകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. നോക്കി ആ ഒരു പുഴയിലേക്ക് ചാഞ്ഞ് നിൽക്കുന്ന തെങ്ങും തോക്കുകളൊക്കെ കണ്ടില്ല. അപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വീണ തേങ്ങ ആയിരിക്കണം ഇപ്പം എന്തായാലും ഒഴുകി പോയിട്ടുള്ളത്. അങ്ങ് അറ്റത്തീന്ന് പുഴയിലൂടെ ഒഴുകി വരുന്ന വെള്ളം ഈ ഒരു ഭാഗത്ത് എത്തുമ്പോൾ ഈ ഒരു ചെക്ക് ഡാമിൻ്റെ മേളിൽ കൂടെ ഇങ്ങനെ കവിഞ്ഞൊഴുകി വരുന്നത് കാണാൻ ഒരു പ്രത്യേക രസം തന്നെ കേട്ടോ. നല്ല ഒഴുക്കുണ്ട് ഈ ഒരു വെള്ളത്തിന്. നമ്മളിപ്പോൾ ഈ ഒരു ഭാഗം ഫുള്ള് ഷൂട്ട് ചെയ്യുന്നത് ഈ ഒരു പാലത്തിൽ നിന്നിട്ടാട്ടോ. പാലത്തിൽ നിന്ന് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു വെള്ളത്തിൻ്റെ ഒഴുക്ക് നന്നായിട്ട് തന്നെ അറിയാൻ വേണ്ടി പറ്റുന്നുണ്ട്. കാരണം വെള്ളം തന്നെ ആ ഒരു ഭാഗത്ത് എത്തുമ്പോൾ നല്ല രീതിയിൽ തന്നെ പതഞ്ഞൊഴുകിയാണല്ലോ വരുന്നത്. നമ്മൾ നിൽക്കുന്ന ഈ ഒരു പാലം എന്ന് പറയുന്നതേ നമ്മുടെ ഷോളയൂർ പഞ്ചായത്തിനും അതേപോലെ തന്നെ നമ്മുടെ അഗളി പഞ്ചായത്തിനും കൂടി ബന്ധിപ്പിക്കുന്ന ഒരു പാലം കൂടിയായിട്ട് നമുക്കിത് കണക്ക് കൂട്ടാട്ടോ. കാരണം ഇതിൻ്റെ ഒരു സൈഡ് കടന്നാൽ നമുക്ക് ഷോളയൂർ പഞ്ചായത്തും മറ്റേ സൈഡിലാണെങ്കിൽ നമുക്ക് അഗളിയുമാണ് കേട്ടോ. അപ്പോൾ നോക്കി ഒരാൾ പുഴയുടെ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് ഓടി വന്നിട്ട് അവിടെ വീണിട്ടുണ്ട് കേട്ടോ. വീണൊന്നും ആൾക്ക് ഒരു പ്രശ്നമില്ല. അവൾ തന്നെ കൈയൊക്കെ കുടഞ്ഞതാ നേരെ എണീച്ചിട്ട് അടുത്ത ട്രിപ്പ് ഓടാൻ വേണ്ടി പോവുകയാണേ. പാലത്തിൻ്റെ 2 സൈഡിലും
കൈവരിയൊക്കെ കെട്ടി അതിന് നല്ല വൃത്തിക്ക് തന്നെ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്ത് ഇവിടേക്ക് വരുന്ന കാണികളെ കുറച്ചുകൂടി അട്രാക്റ്റിങ് ചെയ്യുന്ന രീതിയിലാട്ടോ ഈ ഒരു പാലത്തിൻ്റെ നിൽപ്പ്. അത് കൂടാതെ തന്നെ നോക്കൂ, ചെറുതും വലുതായിട്ട് ഒരുപാട് മരങ്ങളും മലകളൊക്കെ ആയിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഒഴുകുന്ന ഈ ഒരു വെള്ളത്തിൻ്റെ സൗണ്ടൊക്കെ കേട്ട് നിൽക്കാൻ വേണ്ടിയിട്ടൊരു പ്രത്യേക രസം തന്നെയാണോ. അപ്പോൾ എന്തായാലും ഞാൻ പതുക്കെ ഒന്ന് കയറിയിട്ടുണ്ട് ഈ ഒരു പാലത്തിൻ്റെ വെള്ളം. അപ്പോൾ നോക്കി എൻ്റെ ഒരു ഏകദേശം ഒരു 3/4 ഭാഗത്തോളം ആട്ടോ ഇതിൻ്റെ ഒരു ഹൈറ്റ് വരുന്നത് പാലത്തിൻ്റെ. കണിക്കൊന്ന എവിടെ കണ്ടാലും നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് വിഷുക്കാലത്തുമായി ബന്ധപ്പെട്ട് നമ്മുടെ കുറേ അനുഭവങ്ങളൊക്കെ തന്നെയായിരിക്കില്ലേ. അപ്പോൾ എന്തായാലും നമ്മുടെ ആവണിക്കുട്ടിക്ക് ഇതാ കണിക്കൊന്ന വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനിത് ആളൊന്ന് എടുത്ത് പൊക്കിയപ്പോഴത്തേനും അവൾക്ക് പറിച്ചെടുക്കാൻ പാകത്തിന് ഹൈറ്റിൽ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ എന്താ ആൾക്ക് ഇതാ പറിച്ചു കൊടുത്തിട്ടുണ്ട് കണിക്കൊന്ന. മേളിലേക്ക് ഉണ്ട് കേട്ടോ അത്യാവശ്യം കുറച്ച് കണിക്കൊന്ന. പാലത്തിന്റെ അവിടെ ചെറിയൊരു കുറുക്ക് വഴി ഉണ്ടോ ഇങ്ങോട്ടേക്കിട്ട് താഴേക്ക്. അപ്പം എന്തായാലും അതുവഴി പോയിട്ട് നമുക്ക് എന്തായാലും പുഴയിൽ ഇറങ്ങാനുള്ള ഉദ്ദേശത്തിലാട്ടോ നമ്മൾ ഈ ഒരു കുറുക്ക് വഴി ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും നല്ല ശക്തിക്ക് ഒഴുകി പോകുമ്പോൾ എങ്ങനെ നമ്മൾ മേളിൽ നിന്നിട്ട് ഇങ്ങനെ അത് മാത്രം ആസ്വദിച്ചിട്ട് വെള്ളത്തിൽ ഇറങ്ങാതെ പോകാമല്ലോ. അപ്പോൾ എന്തായാലും വെള്ളം കണ്ടു കഴിഞ്ഞാൽ നമ്മളും കുട്ടികളെ പോലെ തന്നെ ആവുമല്ലോ. അപ്പോൾ നമുക്കൊന്ന് ഇറങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. നടക്കാൻ നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഞാനവിടെ കൂടി പോയിട്ട് ഞാൻ കൈ ഒഴിച്ചിട്ട് നമ്മുടെ ആവണിക്കുട്ടി എന്തായാലും മേളിൽ നിന്ന് തുള്ളിച്ചാടി ഓടി എന്നെക്കാളും നല്ല സ്പീഡിലാണല്ലോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് എത്തിയപ്പോഴേ ഇവിടുന്ന് ഒരു 3 സ്റ്റെപ്പാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ആ ഒരു സ്റ്റെപ്പ് ഇറങ്ങാൻ അവൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ അവളവിടെ പതുക്കെ നിന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അവളെ എടുത്തിട്ട് പോവാം കേട്ടോ. ഇനി എന്തായാലും ആ ഒരു 3 സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് പിന്നെ വരുന്നതാ നമ്മളിപ്പോൾ നിൽക്കുന്നത് കണ്ടില്ലേ, ഇതൊരു ചെറിയ മൺവഴിയാണ്. എന്തായാലും ഒരുപാട് പേര് ഇവിടെ കാണാൻ വരുന്നതുകൊണ്ട് നമുക്ക് ഈ ഒരു വഴി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവട്ടെ ഒരുപാട് ചവിട്ട് വഴികളായിട്ട് ഈ ഒരു വഴി ഇങ്ങനെ ആ ഒരു അറ്റം വരെ, പുഴയുടെ ആ ഒരു അറ്റം വരെ അത്യാവശ്യം നല്ല നീളത്തിലും വീതിയിൽ തന്നെയാണ് കിടക്കുന്നത്. കാരണം ആ ഒരു ചവിട്ടുവഴി എന്ന് പറയാൻ കാരണം ആ ഒരു ഭാഗത്ത് മാത്രം പുല്ലേ ഇല്ലാട്ടോ. കാരണം ഒരുപാട് പേരിങ്ങനെ ഡെയിലി വരുന്നതുകൊണ്ടായിരിക്കണം. അതിൻ്റെ 2 സൈഡിലായാലും അത്യാവശ്യം നന്നായിട്ട് തന്നെ പുല്ലും കാടും കുറേ മരങ്ങളൊക്കെ ആയിട്ട് ഇവിടെ എത്തിയപ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ചെറുതും വലുതായിട്ടുള്ള ഒത്തിരി കിളികളുടെ സൗണ്ടൊക്കെ ആയിട്ട് ഒരു രക്ഷയില്ലാട്ടോ ഇവിടുത്തെ ഒരു ആംബിയൻസ് എന്ന് പറഞ്ഞാൽ. ഈ വഴിയിൽ കാണുന്ന ഈ ഒരു തളിർത്ത് നിൽക്കുന്ന പുല്ല് കഴിക്കാൻ വേണ്ടിയിട്ടേ ഒരാളിപ്പോൾ നല്ല സ്പീഡിൽ വരുന്നുണ്ടേ. കുത്തുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പുഴയിലേക്ക് മറിച്ചിടും. എന്താ പിന്നെ നമുക്കിനി പുഴയിൽ വെച്ച് കാണാം കേട്ടോ. അപ്പോൾ ഇതാ നോക്കി അതിനെ കണ്ടത് നമ്മുടെ ആവണിക്കുട്ടി ഉമ്പാന്ന് പറയുവാണേ. നമ്മൾ വരുന്ന വഴിക്കും ഇതേപോലെ മേളിൽ കുറേ പശുക്കളൊക്കെ മേയ്ന്ന് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് പുല്ലുള്ളത് കൊണ്ട് തന്നെ പിന്നെ താഴെ ഇറങ്ങിയാൽ കഴിഞ്ഞാൽ വെള്ളവും ഉണ്ടല്ലോ. അപ്പോൾ പുല്ലും വെള്ളമാണല്ലോ അവരുടെ മെയിൻ ഒരു സോഴ്സ്. അതാണെങ്കിൽ ഇവിടെ ഒരുപാടുണ്ട്. നമ്മൾ നേരത്തെ നിന്ന പാലാണ് നമുക്ക് ഇവിടെ നോക്കുമ്പോൾ നല്ല രീതിയിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ വണ്ടിയൊക്കെ നമ്മൾ പാർക്ക് ചെയ്തിട്ടുള്ളത്. കുറേ പേര് കാഴ്ചയൊക്കെ കണ്ടിട്ട് കയറി പോകുന്നുണ്ട്. കുറേ പേര് വീട്ടിൽ വരുന്നുണ്ട്. അങ്ങനെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. ഒരാളും നമുക്ക് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ വന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും അടിപൊളി സ്പോട്ടൊക്കെ ആയിട്ട്. അപ്പോൾ അഗളി സിറ്റിയിലേക്കൊക്കെ വരുന്നവർക്കായാലും അടുത്ത് തന്നെയാണല്ലോ. ടൂറിസ്റ്റ് എന്ന് പറയുമ്പോൾ അധികമൊന്നും ഇല്ലല്ലോ. അപ്പോൾ വഴി ആയാലും അതേപോലെ വന്നു കഴിഞ്ഞാൽ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമായാലും ഒക്കെ ഉണ്ട് കേട്ടോ. മുമ്പിലേക്ക് ഇറങ്ങണോ? അവണിക്കുട്ടിക്ക് ഇപ്പം ഇറക്കി വിട്ടാൽ എത്ര സന്തോഷമായിട്ട് ആളായിക്കുള്ളിലേക്ക് കയറും. പക്ഷെ ഇറങ്ങുന്നില്ല അല്ലേ. ഇങ്ങോട്ടേക്കൊക്കെ നോക്കിയാൽ മണലൊക്കെ വന്ന് കയറിയിട്ടുണ്ട്. നല്ല മഴയൊക്കെ ആയിരുന്നല്ലോ കുറേ ദിവസമായിട്ട്. അപ്പോൾ ഈ കരയിലേക്ക് കുറേ മണലൊക്കെ പിന്നെ കുറേ വന്ന് കയറും. അപ്പോൾ ആ ഒരു ഭാഗത്ത് നോക്കിയാലൊക്കെ കുറച്ച് മണലൊക്കെ ഇങ്ങനെ കയറിയിട്ടോ. പാലക്കാട് ജില്ലയിലെ പാലക്കയം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പരിധിയിൽ നിന്നാണ് ഈ കാണുന്ന നമ്മുടെ ശിരുവാണിപ്പുഴ ഒഴുകി തുടങ്ങുന്നത്. അതേപോലെ തന്നെ അവിടെ ഈ പുഴയുടെ തുടക്കത്തിൽ തന്നെ ഈ ശിരുവാണിപ്പുഴയുടെ ഭാഗമായിട്ടുള്ള ഡാമും അതുകൂടാതെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എക്കോ ടൂറിസം വഴി ഫോറസ്റ്റിൻ്റെ അകത്തുള്ള ഈ ഡാം കാണാനും അവിടുത്തെ ഭംഗികളൊക്കെ ആസ്വദിക്കാനും ടൂറിസ്റ്റുകൾക്ക് ഒരു അവസരം കൂടി ഒരുക്കിയിട്ടുണ്ട്. 20 കിലോമീറ്ററുകളോളം കൊടും വനത്തിലൂടെ സഞ്ചരിച്ച് വേണം ആ ഡാമിനടുത്ത് എത്താൻ. ശിരുവാണി ഡാമിൽ നിന്നും ഒഴുകിയെത്തുന്ന ഈ ഒരു വെള്ളം ആമന്തൻ മലയുടെ താഴ്വരയിലൂടെ ഒഴുകി അട്ടപ്പാടിയിലെ തുമ്പപ്പാറ ചിറ്റൂർ ഭാഗത്തെത്തി അട്ടപ്പാടിയുടെ ഹൃദയഭാഗമായ നമ്മുടെ അഗളിയിലൂടെ ഒഴുകി കിഴക്കോട്ട് ഒഴുകുന്ന ഭവാനിപ്പുഴയുമായി കൂടപ്പെട്ടിയിൽ വെച്ച് ഒത്തുചേർന്ന് നമ്മുടെ ശിരുവാണി തമിഴ്നാടിൻ്റെ മടിത്തട്ടിലേക്ക് ഒഴുകിയെത്തുന്നു. ഇങ്ങനെ ഒഴുകിയെത്തുന്ന ഈ ഒരു ശിരുവാണിപ്പുഴയിലെ വെള്ളം അവിടെയുള്ള കർഷകർക്കും അതുപോലെ തന്നെ അവിടെയുള്ള ആയിരക്കണക്കിനുള്ള ജീവജാലങ്ങൾക്കൊക്കെ ഉപയോഗപ്രദമാകുന്നു. ഇതിനൊക്കെ പുറമെ ഈ ഒരു പതഞ്ഞൊഴുകി വരുന്ന വെള്ളം ലോകത്തിൽ തന്നെ ഏറ്റവും രുചികരമായ ലോക റാങ്കിങ്ങിൽ 2ാം സ്ഥാനം കീഴടക്കിയ വെള്ളം കൂടിയാണ്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു വെള്ളം. അങ്ങനെയാണ് കണക്കാക്കപ്പെടുന്നത്. ഈ ഒരു ചെക്ക് ഡാമിൽ നിന്ന്
ഒഴുകി താഴേക്ക് ഇങ്ങനെ ഒഴുകി പോകുന്ന ഒരു വെള്ളം കണ്ട് നിൽക്കാൻ തന്നെ ഒരു പ്രത്യേക രസമാണ്. നമ്മുടെ മനസ്സിനൊക്കെ കുളിര് കോരുന്ന രീതിയിൽ ആ ഒരു ഓളങ്ങളൊക്കെ ആയാലൊക്കെ എന്ത് രസമായിട്ടാണ്. നമ്മളിവിടെ വന്നിട്ട് തന്നെ ഇപ്പോൾ കുറച്ചധികം സമയമായിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ ഇറങ്ങിയപ്പോൾ പിന്നെ നമുക്ക് സമയം പോയതേ അറിയുന്നില്ല കേട്ടോ. കാരണം ഇതിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാൻ തന്നെ തോന്നും. കാരണം നോക്കി എന്ത് രസമായിട്ടല്ല, അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഒരു ചുഴി പോലെയൊക്കെ ആയിട്ടൊക്കെ നല്ല രസമാണ്. കൂടെ ഈ ഒരു തണുത്ത കാറ്റും പിന്നെ എന്ത് വേണമല്ലേ. നമ്മുടെ ആവണിക്കുട്ടിയാണെങ്കിൽ അമ്മ വെള്ളത്തിൽ ഇറങ്ങാന്ന് പറഞ്ഞിട്ട് എന്നോട് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് എന്നെ ഇങ്ങനെ പ്രലോഭിപ്പിക്കുക കേട്ടോ. പിന്നെ അവൾ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ പോകാതിരിക്കില്ലേ. എന്തായാലും നമ്മൾ അങ്ങനെ വെള്ളത്തിൽ അധികമൊന്നും ഇറങ്ങുന്നില്ല. അവൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വെള്ളത്തിൽ ഇറങ്ങാത്തത്. വേറെ ഒന്നുമല്ല, നമ്മൾ ഇറങ്ങി കണ്ടാൽ പിന്നെ അവൾക്ക് എന്തായാലും വെള്ളത്തിൽ നിന്ന് കയറാനേ തോന്നില്ല. അപ്പം എന്തായാലും നോക്കട്ടെ, പറ്റുവാണെങ്കിൽ അവളെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇറക്കണം എന്നുണ്ട്. കാരണം അവൾക്ക് അത്രയും ഒരു ആഗ്രഹമായതുകൊണ്ട് നമ്മൾ ഇവിടം വരെ വന്നിട്ട് ഇറക്കാതെ പോയാലും ശരിയാവില്ലല്ലോ. അപ്പം എന്തായാലും പറ്റുവാണെങ്കിൽ നമുക്കൊന്ന് ഇറങ്ങാം കേട്ടോ. ഈ ഒരു എൻട്രൻസിലൂടെ ആട്ടോ നമ്മൾ ആ നേരത്തെ കണ്ടിട്ടുള്ള ആ ഒരു ചെക്ക് ഡാമിൻ്റെ ഒരു ഭാഗത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഇവിടെ കൂടെ ഒരു 5-6 സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അതുവഴി നമുക്ക് പതുക്കെ ഒന്ന് താഴേക്ക് ഇറങ്ങാം. അപ്പോൾ വെള്ളത്തിനൊക്കെ അത്യാവശ്യം നല്ല തണുപ്പ് തന്നെ ഉണ്ട്. ഞാൻ ആവണിക്കുട്ടീനെ ഇങ്ങോട്ട് ഇറക്കില്ല കേട്ടോ. കാരണം ഈ ഒരു ഭാഗത്ത് കുറച്ച് തെന്നലുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ ഇറക്കി കഴിഞ്ഞാൽ ശരിയാവില്ല. ചിലപ്പോൾ ഞാനും അവളും കൂടി ചിലപ്പോൾ നേരെ ഉരുണ്ടുരുണ്ട് അത്യാവശ്യം നല്ല ഒഴുക്കും കൂടി ഉള്ളതുകൊണ്ട് അങ്ങ് ഒഴുകി താഴെ എത്തും. അപ്പോൾ നോക്കി ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. തമിഴ്നാട് ഭാഗത്തു നിന്നൊക്കെ ഒത്തിരി പേര് വന്നിട്ട് അപ്പോൾ താഴ്ഭാഗത്തൊക്കെ ആയിട്ട് കുറേ പേര് നീന്തുന്നൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഒരുപാട് പേര് അത്യാവശ്യം നന്നായിട്ട് നീണ്ട്. അപ്പോൾ ഇതിനോട് ചേർന്ന് തന്നെ നോക്കി ഒരു പാർക്ക് കൂടി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ഒരു പാർക്ക് ആയതുകൊണ്ട് നോക്കി ചില ഭാഗങ്ങളൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ കാട് കയറി കിടക്കുവാണല്ലോ. അപ്പോൾ ഇതിൽ ഇരിക്കാനുള്ള ഫെസിലിറ്റീസും അതേപോലെ തന്നെ ഇവിടെ ഇരുന്ന് നമുക്ക് ആ ഒരു പുഴയൊക്കെ നന്നായിട്ട് ആസ്വദിക്കാനൊക്കെ ഒരുപാട് നമുക്ക് ഇരിപ്പിടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും ഞങ്ങൾ അവിടെ നിന്ന് പതുക്കെ ഇങ്ങോട്ട് കയറിയിരിക്കുകയാണ്. കാരണം ആ ഒരു ഭാഗത്തേക്ക് അധികം ഇറങ്ങാൻ നിന്നാലും നമ്മുടെ ആവണിക്കുട്ടിക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് കരഞ്ഞ് വാശി പിടിക്കാറുണ്ട്. അതുകൊണ്ട് നമ്മൾ പതുക്കെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഒഴുക്ക് ഇച്ചിരി കുറവുണ്ട്. അപ്പോൾ എന്തായാലും അവളുടെ ഒരു ആഗ്രഹമല്ലേ, അതുകൊണ്ട് ഞാൻ പതുക്കെ ഒന്ന് വെള്ളത്തിലേക്ക് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇറക്കിയപ്പോൾ ആളത് അങ്ങോട്ട് അങ്ങ് പോവാട്ടോ ഉള്ളിലേക്ക്. അപ്പോൾ വെള്ളത്തിനൊക്കെ നല്ല തണുപ്പ് തന്നെയാണ്. എന്നാലും കുറച്ച് നേരം ഞാൻ അവളെയും കൊണ്ട് വെള്ളത്തിലേക്ക് ഇറക്കിയതാ പതുക്കെ കുറച്ച് കരയിലേക്ക് കയറിയിരിക്കും കേട്ടോ. അപ്പോൾ ആവണിക്കുട്ടിയുടെ കയ്യിലുള്ള ഈ ഒരു സംഭവം എന്താണെന്ന് മനസ്സിലായിരുന്നു, ചൂണ്ടയാട്ടോ. അപ്പോൾ എന്നാലും ആവണിക്കുട്ടി അങ്ങനെ അവളുടെ ലൈഫിൽ ആദ്യമായിട്ട് ചൂണ്ടയിട്ട് മീൻ പിടിക്കാനുള്ള പരിപാടിയാണ്. മീൻ കിട്ടുമെന്നൊന്നും അറിയില്ല കേട്ടോ. കിട്ടി ഗൈസ്, അങ്ങനെ നമുക്ക് മീൻ കിട്ടിയിട്ട് നമ്മുടെ ആവണിക്കുട്ടി ചൂണ്ടയെ കിട്ടിയിട്ട് നമ്മുടെ ആവണിക്കുട്ടി ആദ്യമായിട്ട് ചേട്ടന് കൊടുത്തു. മാമ കൊണ്ടുപോയി ചൂണ്ട. അപ്പോൾ ഇതിലെ കാണാൻ വന്നൊരു ചേട്ടൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആളുടെ കയ്യിലുള്ള ചൂണ്ടയായിട്ട് നമ്മൾ വാങ്ങിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി വെറുതെ ഒന്ന് ആവണിക്കുട്ടിക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് വെറുതെ ഒന്ന് കാണിച്ചാണ്. പക്ഷെ മീൻ കിട്ടുന്നത് നമ്മൾ പ്രതീക്ഷിച്ചതേ ഇല്ലായിരുന്നു. നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് നമുക്ക് ഇത് മീനെ പിടിച്ച് ചൂണ്ട ഇട്ടിട്ട് മീൻ കിട്ടിയൊന്ന് കൊല്ലില്ലേ. അപ്പം എന്തായാലും ഒരുപാട് ഹാപ്പി ആയിട്ട് അവൾക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം അതിൽ പെട്ടെന്നൊരു മീൻ വന്നപ്പോൾ അവൾക്കാർ നമ്മൾ ഈ അക്വോറിയത്തിലുള്ള മീനൊക്കെയാണ്, അല്ലാതെ പിന്നെ നമ്മൾ കറി വയ്ക്കുന്ന മീനൊക്കെയാണ് ആളിങ്ങനെ കണ്ടത്. അല്ലാതെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ മീൻ അവൾ ആദ്യമായിട്ട് അവളെ പിടിക്കുന്നത് കാണുന്നത്. അപ്പോൾ എന്തായാലും ആൾക്ക് ഭയങ്കര സന്തോഷം. നമുക്ക് അതിലേറെ നമുക്ക് ഒരുപാട് സന്തോഷമായിട്ട്. കാരണം നമുക്ക് മീൻ കിട്ടുന്നത് ഞങ്ങൾ വിചാരിച്ചതില്ല. പിന്നെ നമുക്ക് ചൂണ്ട കിട്ടുമെന്ന് വിചാരിച്ചപ്പോൾ ചേട്ടൻ്റെ കയ്യിൽ കണ്ടപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ട്രൈ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതാണ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ മീനുകളൊക്കെ ഒരുപാട് ഉണ്ട് കേട്ടോ. ആൾ പറഞ്ഞപ്പോൾ ആളായാലും ഇവിടെ ഇങ്ങനെ ഇടയ്ക്കൊക്കെ വന്ന് ചൂണ്ടയിടാറുള്ള ആളുകൾക്ക് ചെണ്ടയിലാളും കുറച്ച് മീനൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അടിയിൽ ഒരുപാട് മീനുകൾ നമ്മളെന്തായാലും പിടിച്ച മീനുള്ളിലേക്ക് തന്നെ വിട്ടുവിടും. കാരണം നമുക്ക് വേണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് തന്നെ വിട്ടിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഒഴുക്കായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നല്ല രസമാണ്. വെറുതെയൊക്കെ വന്നിരിക്കാനാണെങ്കിലൊക്കെ. ഇപ്പോൾ നമ്മൾ വന്നതിനെ അപേക്ഷിച്ച് ആ ഒരു ടൈമിൽ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു. കൂടുതൽ ആളുകൾ വന്നു തുടങ്ങിയിരുന്നു. ആ ഒരു ഭാഗത്ത് വണ്ടിയും പാർക്ക് ചെയ്തവിടേക്കാണെങ്കിൽ ഒരുപാട് വണ്ടികളായിരിക്കും. വെറുതെ കുറച്ച് നേരം വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. കാരണം ഒരുപാട് നേരം ഇറങ്ങണം ആഗ്രഹം ഉണ്ടെങ്കിലും ഈ കുട്ടിക്കുറിച്ച് സമ്മതിക്കില്ല. കാരണം നമ്മൾ ഇറങ്ങി കണ്ടാൽ പിന്നെ ആൾക്ക് പുറകെ വരണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറേ നേരം ഒന്നും ഇറങ്ങിയില്ല കേട്ടോ. കാരണം ആവണിക്കുട്ടിക്ക് എന്തായാലും ഇറങ്ങാതിരിക്കുക. ആവണിക്കുട്ടി വാശി പിടിച്ച് കാര്യം പിന്നെ അവൾക്ക് വെള്ളത്തിൽ ഇറങ്ങണം എന്നൊക്കെ. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒന്ന് ഇറങ്ങി നല്ല തണുപ്പിൻ്റെ വെള്ളം എന്തായാലും ആവണിക്കുട്ടിയുടെ ആഗ്രഹം സാധിച്ചില്ല. വെള്ളത്തിൽ ഇറങ്ങിയില്ല. എന്തായാലും നമ്മൾ വെള്ളത്തിൽ ഇറങ്ങി ഞങ്ങൾ ചൂണ്ടിട്ട് മീനും പിടിച്ചു അല്ലേ. എന്ത് അവിടെയൊക്കെ നിറച്ച് പൂക്കളുണ്ട്. ഈ മഞ്ഞ പൂക്കളുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ കാണിക്കുകയാണ്. ഒന്നേ
അങ്ങനെ നമ്മൾ ശിരുവാണിപ്പുഴയുടെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നമ്മളിത് അവിടെ നിന്ന് പോകുന്നു കേട്ടോ. ഇപ്പം നമ്മളിതാ പോകുന്ന ഒരു വഴി സമ്പാർകോട് വഴിയാണ്. അപ്പോൾ ഈ കാണുന്നതുണ്ട്, ഇത് നമ്മുടെ അഗളി ഭാഗമായിട്ട് ഈ കാണുന്നതൊക്കെ ആ ഒരു മലയുടെ ആ ഒരു സൈഡിലായിട്ട് കാണുന്നത്. അപ്പോൾ ഇതുവഴിയുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ ഇത് അതിമനോഹരം തന്നെയാണ്. കാരണം രണ്ട് സൈഡിലും അത്യാവശ്യം നല്ല രീതിയിൽ മരങ്ങളും അതേപോലെ നമ്മൾ ഒരുപാട് ചെറിയ ചെറിയ വീടുകളായിട്ടും അതേപോലെ തന്നെ റോഡ് സൈഡിൽ പലതരം ഒരുപാട് കാളകളെയും അങ്ങനെ ഒരുപാട് നമുക്ക് എന്താ പറയുക മനസ്സിലൊക്കെ കുളിര് വരുന്ന ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഇതുവഴി വരുമ്പോൾ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതുപോലെ നമുക്ക് ആകാശമൊക്കെ ഇങ്ങനെ താഴെ ഇറങ്ങി വരുന്ന രീതിയിലാണ്. ഇവിടേക്ക് എത്തിയപ്പോൾ നല്ല രീതിയിൽ ക്ലൈമറ്റൊക്കെ നല്ല തെളിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കുറച്ചുകൂടി നല്ല മനോഹരമായിട്ട് കാണാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം കോടയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് തന്നെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ നോക്കി എന്ത് ഭംഗിയായിട്ടല്ലേ ഇവിടുത്തെ ഓരോ വഴികൾ തന്നെ ആയാലും ചെറിയ ചെറിയ വഴികളാണ് കേട്ടോ. മേൽഭാഗത്തേക്ക് ഒരു മൺവഴി പോകുന്നുണ്ട്. അപ്പോൾ അത് അങ്ങ് കുറേ ദൂരം ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗത്തൊക്കെ ആയാലും ചെറിയ ചെറിയ വീടുകളൊക്കെ ഉണ്ട്. ഇതൊന്നും ഈ ഭാഗത്തൊക്കെ കുറേ ട്രൈബ്സൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നല്ല രസമായിട്ടോ ഈ ഒരു വഴി പോകുന്നത്. ഇവിടുത്തെ ഈ വഴികളിൽ കൂടി തന്നെ നമുക്ക് നിർത്തി ഇങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കുറേ വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും എല്ലാം നിർത്തി നമ്മൾ കണ്ടുപോകുന്നുണ്ട്. നമുക്ക് ഒരുപാട് ടൈം ആവട്ടെ. നോക്കി വഴി സൈഡിലൊക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റുന്ന കാഴ്ചയുണ്ട്. ഒരുപാട് കാളകളായാലും പശുക്കളായാലും ഒക്കെ നിന്ന് മെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മരം എനിക്ക് പറയും ഒരുപാട് ഇഷ്ടമായിട്ട്, കാരണം ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയിട്ട് അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് വരുന്ന വഴി കൂടെ ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതേപോലെ നോക്കി ഓല മെയ്യുന്ന ടൈപ്പുള്ള വീടുകളും പുല്ലിൻ്റെ ടൈപ്പുള്ള വീടുകളും അങ്ങനെ ഒത്തിരി ഒത്തിരി നമുക്ക് പണ്ടൊക്കെ കാണാൻ വേണ്ടി പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് കാഴ്ചകളൊക്കെ നമുക്ക് ഇങ്ങനെ ഇതുവഴി ട്രാവൽ ചെയ്യുമ്പോൾ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ലേ. റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ആയാലും റൈറ്റ് സൈഡിലായാലൊക്കെ ഒരുപാട് കൃഷികളും കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഒത്തിരി ഫാമുകളൊക്കെ ഉണ്ട്. ഈ ഒരു ഫാമിലേക്കൊക്കെ ആയാലും വെള്ളമൊക്കെ നമ്മുടെ ശിരുവാണിപ്പുഴയിൽ നിന്നുള്ള വെള്ളമായതുകൊണ്ട് തന്നെ വെള്ളത്തിനൊന്നും ഒരു ക്ഷാമമില്ല. അതുകൊണ്ട് തന്നെ കൃഷിയായാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തെങ്ങുന്തോപ്പൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്നത് ആൽമരമാണ്. അപ്പോൾ ആൽമരത്തിൻ്റെ ചുറ്റും നോക്കി ആ ഒരു വള്ളികളൊക്കെ നല്ല എന്ത് രസമായിട്ടല്ലേ. അപ്പോൾ നോക്കി ഇത് ഈ ഒരു കാളയുടെ കൊമ്പ് നല്ല ഹെവി ആയിട്ടുള്ള കൊമ്പാണ് കേട്ടോ. അത് മാത്രമല്ല ആ ഒരു കൊമ്പിലൊക്കെ നല്ല രീതിയിൽ തന്നെ പെയിൻറ്റ് അടിച്ച് വിട്ടിട്ടുണ്ട്. അപ്പോൾ ആ റോഡ് സൈഡിലായിട്ടൊക്കെ ഇതാ ചെറിയ ചെറിയ കെട്ടിടങ്ങൾ പോലെ കാണുന്നത് അത് ഫുള്ള് പശുത്തൊഴുത്തുകളാണ്. നോക്കി ഇത് വേറൊരു അടിപൊളി ഐറ്റമാണല്ലോ. എന്തായാലും ഒരുപാട് ഇഷ്ടമായിട്ടോ. കണ്ടാൽ പെട്ടെന്ന് എല്ലാവരും പേടിക്കുന്ന രീതിയിലായാലും അതിൻ്റെ ഒരു കാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ മാട്ടുപ്പൊങ്കൽ അങ്ങനെ നമ്മുടെ ഈ ഒരു അതിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ കൊമ്പുകളിലൊക്കെ ഇങ്ങനെ പെയിൻ്റൊക്കെ അടിച്ചു വിട്ടിട്ടുള്ളത്. അതൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മൾ പിന്നെ നേരെ പോയത് ഹോസ്പിറ്റലിലേക്കാണ്. അപ്പോൾ ഹോസ്പിറ്റലിലൊന്നും വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇറങ്ങാൻ വേണ്ടി പറ്റിയിട്ടോ. അപ്പോൾ ഈ ഒരു ഹോസ്പിറ്റലിൽ തൊട്ട് താഴെയായിട്ട് തന്നെയാണ് ഈ ഒരു ഫ്രൂട്ട്സ് കട വരുന്നത്. ഈ ഒരു ഫ്രൂട്ട്സ് കട പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ എനിക്ക് കിട്ടാത്തതായിട്ട് ഒരു ഫ്രൂട്ട്സും ഇല്ല കേട്ടോ. എല്ലാ വെറൈറ്റി ഫ്രൂട്ട്സ് നമുക്ക് ഇവിടെ കിട്ടും. അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. പൊതുവേ ഇപ്പോൾ ഫ്രൂട്ട്സിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് തന്നെ ഉണ്ടല്ലോ. എന്തായാലും നമുക്ക് നമ്മുടെ ആവണിക്കുട്ടിക്ക് റംബൂട്ടാൻ വാങ്ങിച്ചു കൊടുക്കാം കേട്ടോ. ആളുടെ ലൈഫിൽ ഇതുവരെ അവൾ റംബൂട്ടാൻ കഴിച്ചില്ല. അപ്പോൾ നമുക്ക് കുറച്ച് റംബൂട്ടാനൊന്ന് വാങ്ങിക്കാം. അപ്പോൾ ഏട്ടൻ ബില്ലൊക്കെ പേ ചെയ്ത് നമ്മൾ ഇനി അവിടെ നിന്ന് ഇറങ്ങുമായി. അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മളിതാ നേരെ പോയത് നഴ്സറിയിലേക്കാണ്. ഇത് അഗളിലുള്ള നഴ്സറി ആട്ടോ. റംബൂട്ടാൻ്റെയൊക്കെ വില കേട്ടാൽ നമുക്ക് റംബൂട്ടാനൊന്നും ഡെയിലി വാങ്ങിച്ച് കഴിക്കാന്നുള്ളത് നമ്മളെപ്പോലുള്ളവർക്കൊന്നും പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല കേട്ടോ. കാരണം 300 സംതിങ് ഒക്കെ ആണോ റംബൂട്ടാൻ്റെയൊക്കെ റേറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് റംബൂട്ടാൻ്റെ തേ അങ്ങ് വാങ്ങിച്ചാലോ. റംബൂട്ടാൻ പോലെ തന്നെ ഒരുപാട് ഫ്രൂട്ട്സിൻ്റെ വെറൈറ്റി ചെടികളും അതുകൂടാതെ നമ്മുടെ ഗാർഡനൊക്കെ ഒന്ന് അലങ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒത്തിരി പൂച്ചെടികളൊക്കെ ഇപ്പോൾ തെച്ചിയുടെ ആയാലൊക്കെ ഒരുപാട് വെറൈറ്റികൾ ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് പൂച്ചെടികളൊക്കെ ഉണ്ട്. നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ജസ്റ്റ് കുറേ നേരം നടന്നു കേട്ടോ. കാരണം വേറെ തന്നെ നമുക്ക് ചെടികളോട് നമുക്ക് പണ്ടേ ഒരു ക്രേസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്തായാലും ഇവിടുന്ന് റംബൂട്ടാൻ മാത്രമല്ല കേട്ടോ, നല്ലൊരു അടിപൊളി ഒരു തെച്ചിയുടെ വെറൈറ്റി കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തെച്ചിയാട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ റംബൂട്ടാൻ്റെ തൈ ഒരു 2.5 വർഷം കൊണ്ടൊക്കെ കായ്ക്കുന്നതാണ് ചേച്ചി പറഞ്ഞിട്ടുള്ളത്. എന്നാലും നല്ലൊരു തൈ നോക്കിയിട്ട് തന്നെ ആളുകൾ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ബില്ലൊക്കെ പേ ചെയ്ത് ഇനി ഇവിടുന്ന് ഇറങ്ങുവാണ്. തെച്ചിയുടെയൊക്കെ ഒരുപാട് വെറൈറ്റി ഉണ്ട് അല്ലേ. എന്തായാലും നമ്മളിതാ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നേരെ പോയി നമ്മുടെ കാറിൻ്റെ എയർ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മൾ ഇന്നലത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വന്നപ്പോൾ നന്നായിട്ട് ഒരു മഴയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ വൈൻഡപ്പൊന്നും എടുത്തില്ല. അപ്പോൾ എന്തായാലും ഇന്നലത്തെ യാത്ര നമുക്ക് ഒരുപാട് ഇഷ്ടമായിട്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ കണ്ടിരിക്കുന്ന കൂട്ടുകാർക്കായാലും നമ്മുടെ ഈ ഒരു ഭാഗത്തേക്കൊക്കെ ഈ ഒരു ടൈമിലൊക്കെ ആട്ടോ, അതായത് അട്ടപ്പാടിയൊക്കെ കാണാൻ വേണ്ടി ഒത്തിരി പേര് പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആയിട്ട് വരാറുള്ളത്. അപ്പോൾ അങ്ങനെ വരുന്നവരൊക്കെ ആയാലും മസ്റ്റായിട്ട് വായിച്ചൊരു കിഡിലൻ സ്പോട്ട് തന്നെയാണെന്നാട്ടോ ഞാൻ പറയുള്ളൂ. കാരണം അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ഒരു ഭംഗി കറക്റ്റായിട്ട് നമ്മൾ വീഡിയോയിലൂടെ കാണുമ്പോൾ പോലും എത്രത്തോളം നമുക്ക് പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റും നമുക്കറിയാം. കാരണം നമ്മൾ മസ്റ്റായിട്ട് വാച്ച് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഭംഗി കറക്റ്റായിട്ട് അറിയുള്ളൂ. അപ്പോൾ എന്തായാലും ഒരുപാട് പേര് എന്തായാലും വരാറുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനെ വരുന്നവർ എന്തായാലും മസ്റ്റായിട്ടൊന്ന് വിസിറ്റ് ചെയ്തോളൂ. കാരണം പിള്ളേരെയൊക്കെ കൊണ്ട് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഇപ്പോഴൊക്കെ നല്ല ഒഴുക്കും കാര്യങ്ങളൊക്കെ ഉള്ളത്, നന്നായിട്ട് കണ്ടിന്യൂസ് ആയിട്ടൊക്കെ മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഒഴുക്കും ഉണ്ടാവും. അപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ കൊണ്ട് പോകുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കെയർഫുൾ ആയിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ.
അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടാവുന്ന വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. കൂടെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ കൂടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇനി അടുത്ത അടിപൊളി വീഡിയോസ് ഒക്കെ ആയിട്ട് കാണുന്നത്. ബൈ.